വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് എ പോളിനോമിയലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ സീറോ ഓഫ് എ പോളിനോമിയലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെന്താണെന്നുള്ളതും എങ്ങനെയാണ് ജോമെട്രിക്കലി മീനിങ് എന്താണെന്നുള്ളതും നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം വാല്യൂ ഓഫ് എ സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിനോമിയൽ എക്സിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ് ആ വേരിയബിൾസിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഈക്വൽ ടു അതിൻ്റെ ഔട്ട്പുട്ട് സീറോ ആകുകയാണെങ്കിൽ ആ ഏത് വാല്യൂ കൊടുത്തിട്ടാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ആ വാല്യൂ ആണ് അതിൻ്റെ സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ലീനിയർ പോളിനോമിയൽ. അതായത് ലീനിയർ പോളിനോമിയലിൽ എപ്പോഴും എന്താണ് എന്താ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുകയാണ് എന്തെന്ന് 2x + 3 എന്ന് പറയുന്നൊരു പോളിനോമിയൽ എടുത്തു. അത് is a straight line passing through the point എന്താണ് -2, -1 and 2,7 എന്ന് പറയുന്ന പോയിന്റ് കൂടിയാണ് ആ പോയിന്റ്സ് സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ് ഒരു ടേബിൾ വരയ്ക്കുകയാണ്. എക്സ് കൊടുത്തു, y എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2x + 3 എന്നെടുത്തു. അപ്പം വൈക്ക് -2 കൊടുക്കുമ്പം എക്സിന് -2 കൊടുക്കുമ്പം വൈൻ്റെ വാല്യൂ -1ഉം എക്സിന് 2 കൊടുക്കുമ്പം വൈൻ്റെ വാല്യൂ 7ഉം ആണ് കിട്ടുന്നത്. അതാണ് ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രാഫിലൊന്ന് വരച്ച് വെക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 0 വന്നു, 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മൾ -1, -2, -3, -4 അങ്ങനെ പോവുകയാണ് ഇങ്ങോട്ടും. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ അതുപോലെ തന്നെ -1, -2, -3, -4 ഇങ്ങനെ വന്നു. ഇനി മേലോട്ട് പോസിറ്റീവ് അല്ലേ. അപ്പോൾ എന്താണ് 1, 2 and 3, 4, 5 ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ് -2 എക്സിന് 2 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ -1 ആണെന്നാണ്. എക്സിന് 2 കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുമ്പം വൈൻ്റെ വാല്യൂ എത്രയാണ് -1. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ വൈ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്ത് വരും, അല്ല എക്സിന് -2 ആണ് അല്ലേ. എക്സിന് -2 അല്ലേ. എക്സിൻ്റെ -2 എന്ന് പറഞ്ഞാൽ ഇവിടെ -2 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ എവിടെയാണ് വരുന്നത്, അപ്പോൾ ഇവിടെ വരും -1 ഇവിടെയാണ്. എക്സിൻ്റെ വാല്യൂ -2 ആണ്. അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. പിന്നെ അടുത്ത വാല്യൂ എന്താണ് 2,7. അതായത് 2,7 2 എക്സിന് 2 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 7. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് 5, 6, 7 ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 7 ഇങ്ങോട്ട് വന്നു. ഇതിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെയാണ് ഇത് വരുന്നത് 2,7 എന്ന് പറയുന്നത്. 2,7ഉം ഇവിടെ -2, -1 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റുകൾ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്, സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം നമ്മൾ എക്സ് ആക്സിസിൽ ആ ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ വാല്യൂ കൊടുത്തപ്പോൾ കിട്ടുന്ന 2 പോയിന്റ് വാല്യൂസ് ഇല്ലേ, അത് കൊടുത്തപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ എന്താണ് -2ൻ്റെയും -1ൻ്റെയും നടുവിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പോയിൻ്റായിട്ട് എന്താണ് വരുന്നത്, മിഡ് പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ വാല്യൂ എന്താ വരുന്നത് -3,3/2,0. അതായത് y ആക്സസ് 0 ആയിരിക്കുമല്ലോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് വരും -3,3/2 എന്ന് വരും. അപ്പോൾ നമ്മൾ അതാണ് എന്തെന്ന് ഈ പോളിനോമിയലിൻ്റെ എന്ത് വരുന്നത് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ 2x + 3ൻ്റെ സീറോ ഓഫ് പോളിനോമിയൽ. പക്ഷെ നമുക്ക് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പോളിനോമിയൽ സീറോ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം -b/a,0 എന്നാണ് സീറോ ഓഫ് ഇതിൻ്റെ ആ ഒരു എക്സ് ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 1 പോയിന്റ് അതാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട് അല്ലേ.
എന്താണ് സീറോ ഓഫ് പി ഓഫ് എക്സ് പി ഓഫ് കെ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു, അതായത് ആ സീറോ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ കോമ സീറോ എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് കെ ഈസ് ഈക്വൽ ടു ഇതാണ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ, അതായത് സീറോ ഓഫ് ദ ലീനിയർ പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി ഈസ് മൈനസ് ബി ബൈ എ ആണെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് അതേ വാല്യൂ തന്നെ ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ ഈ പോളിനോമിയൽ എന്താണ് 2x പ്ലസ് 3 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ബി എന്ന് പറഞ്ഞത് 3 ബൈ A2 അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലീനിയർ പോളിനോമിയലിനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് സീറോ ഓഫ് പോളിനോമിയൽ കിട്ടി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, നമ്മൾ ക്വാഡ്രാറ്റിക് ഇതിൻ്റെതാണ് പറയാൻ പോകുന്നത് പോളിനോമിയലിൻ്റെ. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി 2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ എടുക്കുകയാണ്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 എന്ന് വന്നു. അപ്പം നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 എന്ന് എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുകയാണ്. എക്സ് പിന്നെന്താണ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. നമ്മൾ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുക. അപ്പം -2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. -2 വാല്യൂ കൊടുക്കുമ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. പിന്നെന്താണ് -1 കൊടുക്കുകയാണ്. -1 കൊടുക്കുമ്പോൾ 0 വന്നു. പിന്നെന്താണ്, അതായത് -2 -1 0 അങ്ങനെ കൊടുത്തു നോക്കുക നമ്മൾ വാല്യൂസ്. അപ്പോൾ പിന്നെ അടുത്തെന്താണ് 0 കൊടുത്തു. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, -4 കിട്ടും. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -6 കിട്ടും. പിന്നെ 2 കൊടുത്തു കഴിഞ്ഞാൽ -6 തന്നെയാണ് കിട്ടുന്നത്. 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, -4. പിന്നെന്താ കിട്ടുന്നത്, 4 കൊടുത്തു കഴിഞ്ഞാൽ 0, പിന്നെ 5 കൊടുക്കുമ്പോൾ 6. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഇതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫിൽ വരച്ച് നോക്കാം നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് വരും, 0 1 2 3 4 5 6 ഇങ്ങനെ പോവാണ്. 7 അങ്ങനെ വന്നു. ഇവിടെ -1 -2 -3 ഇങ്ങനെ വന്നു. പിന്നെ മേലോട്ട് എടുക്കുകയാണ് 1 2 3 4 5 6 7. പിന്നെ അടിയിലോട്ടും അതുപോലെ തന്നെ എന്താണ് 1 2 3 4 5 6 7 ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ഇതെന്താണ്, വാല്യൂസ് എന്തൊക്കെയാണ്, എക്സിന് -2 -2ഉം 6ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. -2 എന്ന് പറയുന്നത് ഇവിടെ വരും, -2 -6 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വരും അല്ലേ പോയിന്റ്. അപ്പോൾ ഇവിടെ എടുത്തു, ഇവിടെ ഒരു പോയിന്റ് വന്നു. പിന്നെ അടുത്തത് എന്താണ്, -1,0 എക്സ് -1 -1,0 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വരും. ഈ വാല്യൂ ഇവിടെ തന്നെയല്ലേ വരിക, അത് വൈയിൽ y0 വരുമ്പോൾ എക്സ് ആക്സിസ് തന്നെയല്ലേ വരുന്നത്. പിന്നെ അടുത്തെന്താണ് 0,4 എക്സ് ആക്സിസ് 0 ആകുമ്പോൾ ഇവിടുന്ന് 0,-4 അതെവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. പിന്നെ അടുത്തത് ഏതാ വരുന്നത്, 1,-6 1,-6 1 ഇവിടെ വരും, 1,-6 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പം ഇവിടെ വരും പോയിന്റ്. പിന്നെ അടുത്തത് 2,-6 2,-6 എന്ന് പറയുമ്പോൾ തൊട്ട് കുറച്ചുകൂടെ മേലോട്ട് വരും, ഇങ്ങനെ വരും. പിന്നെ ഏതാണ് 2,-6 3,-4 3 -4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 3ൻ്റെ അടുത്ത്. പിന്നെ അടുത്തത് 4,0 4 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ വരും, ഈ വാല്യൂ ഇവിടെ തന്നെ വരും, 0 ഇവിടെ തന്നെ വരും. പിന്നെ എന്താണ് 4,0 ഇവിടെ വന്നു. പിന്നെ 5,6 5,6 എന്ന് പറയുമ്പോൾ 5 ഇവിടെ വന്നു, 6 മേലെ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഈ പോയിന്റുകളെല്ലാം ഒന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഈ പോയിന്റ് ഇതാക്കി ഇങ്ങനെ വന്നു, സോറി ഇങ്ങനെയാണ്, ഇത് പോയിന്റ് കൂടെ വരും, ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈൻ്റെ പോളിനോമിയലിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു പരാബോളേൻ്റെ ഷേപ്പിലാണുള്ളത് അല്ലേ. അപ്പോൾ പരാബോളേൻ്റെ ഷേപ്പിലാണുള്ളത്. ഈ പരാബോളേൻ്റെ ഷേപ്പ് നമുക്ക് ഈ എയുടെ വാല്യൂ ഇല്ലേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ്, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണല്ലോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഇക്വേഷൻ.
അപ്പോൾ ഇതിൽ ഈ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ലെസ് ദാൻ 0 ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പരാബോള അപ്വേർഡ് ആണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഓർ ലെസ് ദാൻ 0 ഇതിനെയാണ് പരാബോള എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി നമുക്കടുത്തത് ഇനി ഇതിൽ ടച്ച് ചെയ്യുന്നത്, അതായത് ഈ ഇങ്ങനെ നമ്മൾ ലൈനിൽ പോയിൻറ്റ്സ് അടയാളപ്പെടുത്താൻ നമുക്ക് ഒരു പരാബോള ഷേപ്പ് കിട്ടി. അത് നമ്മൾ ഈ എക്സ് ആക്സിസിൽ എവിടെയൊക്കെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എവിടെയൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, -1,0 ആണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, 4,0. ഇതാണ് എന്തെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്തെന്ന് അതിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ എക്സ് ആക്സിസിലുള്ള പോയിന്റ് എന്നത് -1,-1ഉം 4ഉം ആണ് എന്തെന്ന് ഈ പോളിനോമിയൽ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സീറോസ് എന്ന് പറയുന്നത്, സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ -1 and 4 ആർ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വെർ ദ ഗ്രാഫ് y = എന്താണ്, x² - 3x - 4 ആണ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. ഇനി ഈ പരാബോള തന്നെ പല ടൈപ്പ് വരും. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സീറോസ് വരുന്നത്, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഏതെല്ലാം സീറോസ് ആണ് വരുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2 സീറോസ് കിട്ടി, 2 സീറോസ് കിട്ടി, അതായത് -1ഉം 4ഉം ആണ് ഈ പരാബോളയിൽ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീറോസ്. ഇനി ചില സമയത്ത് നമ്മൾ പരാബോള വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് പരാബോള കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്താണ് ഈ എയും, അതായത് നമുക്കിപ്പോൾ നേരത്തെ എന്ത് കിട്ടി, ഇവിടെ എയും A' ആയിട്ട് 2 ഇത് കിട്ടിയല്ലോ. ഇപ്പോൾ ഇങ്ങനെ ചില സമയത്ത് നമുക്ക് പോയിന്റ് അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ 2ഉം എയും A' ഒരു പോയിന്റ് തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒന്നായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ പോളിനോമിയൽ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് ടച്ച് ചെയ്യില്ല. അപ്പോൾ അവിടെ 0 ഓഫ് പോളിനോമിയൽ എന്താണ്, 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 ടൈപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ്, നമുക്ക് പോളിനോമിയൽ ഗ്രാഫ് ഈസ് പരാബോള കെൻ കട്ട് എക്സ് ആക്സിസ് 2 ടൈംസ് കട്ട് ചെയ്യുന്നുണ്ട്, 2 ടൈംസ് കട്ട് ചെയ്യുന്നുണ്ട്, 1 ടൈം കട്ട് ചെയ്യുന്നുണ്ട്, ഒരു 0 ടൈമും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ നമുക്ക് 2 ടൈംസ് കട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2 സീറോസ് കിട്ടിയല്ലേ. പിന്നെ രണ്ടാമത്തേൽ നമുക്ക് എന്താ, ഒറ്റ പ്രാവശ്യം മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്യുന്നുള്ളൂ എക്സ് ആക്സിസിൽ. അപ്പോൾ ഒരു സീറോസ് ഓഫ് ദ പോളിനോമിയൽ, മറ്റേത് ഒന്നുമില്ല, 0 ടൈംസ്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിൻ്റെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ലീനിയർ ഇക്വേഷനിൽ ഡിഗ്രി 1 ആണ്, ക്വാഡ്രാറ്റിക്കിൽ ഡിഗ്രി 2 ആണ്. 2 ആകുമ്പോൾ 3 പ്രാവശ്യം ഉണ്ട് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² + bx + c ഹാസ് ഈ ഒരു പരാബോളയിൽ നോ സീറോസ് ഇൻ ദിസ് കേസ് ആണ്. ഇവിടെ 1 0, മറ്റതിൽ 2 സീറോസ്. അപ്പോൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഹാസ് അറ്റ്മോസ്റ്റ് 2 സീറോസ് ഉണ്ടാവും. 2 സീറോസ് നമുക്ക് കിട്ടും ഇതിൽ. അപ്പോൾ നമുക്ക് ഇത് 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസും കിട്ടും, അല്ലെങ്കിൽ 2 ഈക്വൽ സീറോസും കിട്ടും. അപ്പം ദാറ്റ് ഈസ് 1 സീറോസ് ഓർ നോ സീറോസ്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിൽ നമുക്ക് ക്യൂബിക് പോളിനോമിയലിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.